Hey guys and welcome back to Best Car Picks. അങ്ങനെ കുറച്ച് കാലമായിട്ട് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ടീസ് ചെയ്തുകൊണ്ടിരുന്ന പുതിയ സിയറ EV അവസാനം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടീസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ആഡ് ക്യാമ്പയിൻ തന്നെയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വണ്ടി ഡെസേർട്ടിൽ കയറുന്നു, അത്യാവശ്യം നല്ലൊരു റോഡ് ട്രിപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എനിവേ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ നോക്കാം. കാരണം നമ്മൾ നോർമൽ സിയറ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഫ്രണ്ട് പ്രൊഫൈലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. കാരണം നോർമൽ സിയറ ആണെങ്കിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ മൊത്തം ഒരു ബ്ലാക്ക് ഡോട്ട് ഫിനിഷ് ആയിരുന്നു കിട്ടുന്നത് DRLസിൻ്റെ താഴെ. ഇതിൻ്റെ അകത്ത് പക്ഷേ ടോപ്പിൽ ബ്ലാക്ക് പോർഷൻ അവർ നേരെ താഴത്തോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴത്തായിട്ട് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് പിടിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ പാർക്കിംഗ് സെൻസേഴ്സ് അതിൻ്റെ താഴത്തായിട്ട് ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ബാക്കി DRLs ഒക്കെ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ പീസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ മെയിൻ ചേഞ്ച്. അതല്ലാതെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിങ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലാണെങ്കിലും നമുക്കൊരു എയറോ ഇൻസേർട്സ് എല്ലാം പുതിയ 19 ഇഞ്ച് അലോയ് വീൽസ് വന്നിട്ടുണ്ട്. നോർമൽ സിയറിലും 19 ഇഞ്ച് വീൽസ് തന്നെയായിരുന്നു. ഇതിനകത്തും അവർ സൈസ് ഒന്നും മാറ്റിയിട്ടില്ല, 19 ഇഞ്ച് തന്നെയാണ്. പക്ഷേ അലോയ്സിൻ്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുത്തിയെന്ന് മാത്രം. പിന്നെ നമുക്ക് ടാറ്റ ടിവിയുടെ ബാഡ്ജിങ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓവറോൾ ഈ വണ്ടിയുടെ സൈസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. നോർമൽ സിയറയുടെതൊക്കെ തന്നെയാണ് ഇവിടെയും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സത്യം പറഞ്ഞാൽ നോർമൽ സിയറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകപ്പാടെ സിയറയുടെ ടിവിയുടെ ബാഡ്ജിങ് ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും അങ്ങനെ പറയാൻ മാത്രം വന്നിട്ടില്ല. ഇവിടെയും നമുക്ക് താഴത്ത് മറ്റേ സിൽവർ എലമെൻറ്റ്സ് മുതൽ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ബമ്പറിൻ്റെ ഡിസൈനും പിന്നെ നമ്മുടെ സ്പോയിലർ, ഷാർക്ക് ഫിനാൻറ്റിന് റൂഫ് റെയിൽസ് കാര്യങ്ങൾ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ ബൂട്ട് സ്പേസും ഫ്രണ്ട് സ്പേസും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ് അവിടെയും കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന 622 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. 7 സീറ്റർ നല്ല വണ്ടി, ബാക്കിൽ നിന്ന് അത്യാവശ്യം ബോക്സി ആണെങ്കിലും ഇതുവരെ 7 സീറ്റർ ഇറക്കിയിട്ടില്ല. 7 സീറ്റർ അവർ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ നമ്മൾ ഫ്രണ്ട് സ്പേസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 55 ലിറ്റേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് കപ്പാസിറ്റിയും, അതായത് ഫ്രണ്ട് ട്രങ്ക് കപ്പാസിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് ആണ്. ഈവൻ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് പറയാനില്ല. ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എക്സാക്ട്ലി സെയിം തന്നെയാണ്. നമുക്കിപ്പോഴും 3 സ്ക്രീൻ തന്നെയാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ഫിനിഷിങ്, മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ നമ്മൾ ടിയാഗോ EVയിൽ കണ്ട പോലെ അതിൻ്റെ അകത്ത് ഗ്ലോസി ബ്ലാക്ക് സാധനമൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതൊക്കെ അവർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് തന്നെയാണ് ഈ വാഹനത്തിലും കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞു. നമുക്ക് 12.3 ഇഞ്ചസിൻ്റെ 2 സ്ക്രീനും അതുപോലെ 10.25 ഇഞ്ചസിന് ഇൻസ്റ്റോൺ ലിസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, ഡ്രൈവ് മോഡ്സ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ മോഡ്സ് ഒരുപാട് വരുന്നുണ്ട്, ഡ്യുവൽ സോൺ ഓട്ടോ AC ഉണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നുണ്ട്, അത്യാവശ്യം വലിയ സൈസുള്ള പാനോറമിക് സൺറൂഫ്, പിന്നെ ഓട്ടോ ഡിമിംഗ് മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മറ്റേ 540 ഡിഗ്രി ക്യാമറ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജിങ് ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 65 വാട്ട്സിൻ്റെ 2 ടൈപ്പ് C ഫാസ്റ്റ് ചാർജിങ് പോയിന്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് JBLൻ്റെ ബ്ലാക്ക് സീരീസിലുള്ള 12 സ്പീക്കേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ തന്നെ ഡോൾബി അറ്റ്മോസും അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ചെറിയ സൗണ്ട് ബാറൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ അവർ ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് മാത്രമായിട്ട് നടുവിലൊരു സ്ക്രീൻ ആക്സറി ആയിട്ട് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു TV പോലത്തെ സാധനമാണ് കൊടുക്കുന്നത്. അതല്ലാതെ നമുക്ക് ഈ സെൻട്രൽ സ്ക്രീനിലാണെങ്കിൽ പോലും ഇവർ ഈ മൾട്ടിപ്പിൾ പാസഞ്ചേഴ്സിന് ഫോൺ കണക്ട് ചെയ്തിട്ട് ഗെയിമൊക്കെ കളിക്കേണ്ട ഒരു പ്രൊവിഷനൊക്കെ കൊടുക്കുന്നുണ്ട്. Arcade.TV ഫീച്ചേഴ്സും അതിൻ്റെ അകത്ത് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ കുഴപ്പമില്ല. പിന്നെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ തന്നെ എല്ലാ ഡീറ്റെയിൽസ്, അതായത് എത്ര ചാർജ് ഉണ്ട് ഇപ്പോൾ വണ്ടിയിൽ, അതുപോലെ നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമുക്ക് വണ്ടിയിൽ എത്ര % ചാർജ് ഉണ്ടാവും, എവിടേക്കാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവർ ഇതിനകത്ത് സീംലെസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ഡിജിറ്റൽ കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഈ NFC കാർഡില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഇപ്രാവശ്യം ടാറ്റ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് മറ്റേ കീയും കിട്ടുന്നുണ്ട്, റൗണ്ട് കീ, അതും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സോ കാർഡ് പുതിയതാണ്. അതല്ലാതെ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ലെവൽ 2+ ADAS ഫീച്ചേഴ്സൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ അവരിപ്രാവശ്യം നമുക്ക് പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ വണ്ടി തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഴയ Volkswagen സ്ക്വാഡ് ഇപ്പോഴത്തെ ഉണ്ട്, പക്ഷേ പണ്ട് അവരായിരുന്നു ഈ സംഭവം നമ്മളെ ഒന്ന് കാണിച്ച് ഞെട്ടിച്ച്. പിന്നെ എൻഡവറിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ആ സാധനം ഇപ്പോൾ സിയറിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് സമൺ മോഡ്, അത് ഹൈറിയർ EVയിലോട്ട് അവർ കൊണ്ടുവന്ന സാധനം തന്നെയാണ്. സോ ഈ സാധനങ്ങളൊക്കെ അവർ സിയറ EVയിലും ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ നമുക്ക് ബാക്കിൽ പവർ ടെയിൽ ഗേറ്റ്, അതുപോലെ ഗസ്റ്റർ കൺട്രോൾ എല്ലാ സാധനങ്ങളുണ്ട്. സീറ്റ്സിൻ്റെ ഡിസൈൻ സെയിം ആണ്, പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷനിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ മറ്റേ എക്സ്റ്റൻഡ് അണ്ടത്തെ സപ്പോർട്ട്, സെൻറ്റർ ആംറസ്റ്റ്, അങ്ങനെ മൊത്തത്തിലുള്ള സ്പേസും കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിലും. ഈവൻ ബാക്കിലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫ്ലാറ്റ് ഫ്ലോർ ആണ് ബോട്ടം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് വെച്ച് ടണൽ വരുന്നില്ല, കാലിൽ വെക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. റിയർ AC വെൻസ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു 65 വാട്ട്സിന് ടൈപ്പ് C ചാർജിംഗ് പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ റിയർ സെൻറ്റർ ആംറസ്റ്റ്, 3 ഹെഡ് റെസ്റ്റ്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. സൺറൂഫിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. സിയറ വണ്ടി വന്നപ്പോൾ തന്നെ നല്ല വലിയ സൈസുള്ള സൺറൂഫ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. അതും അത്യാവശ്യം നല്ലൊരു പ്രീമിയം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് അതുപോലെ ഇതിനകത്ത് ബാറ്ററി ഓപ്ഷൻസ് ഏതൊക്കെയാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി എടുക്കുകയാണെങ്കിൽ ലോങ് റേഞ്ച് മോഡൽ നമുക്ക് ഹാരിയർ EVയുടെ ലോങ് റേഞ്ച് കിട്ടുന്ന സെയിം 75 kWh ബാറ്ററി പാക്ക് തന്നെയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. 665 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് അവർ പറയുന്നത് MIDC സൈക്കിൾ അനുസരിച്ച്. പക്ഷേ ടാറ്റയുടെ തന്നെ C75 റേഞ്ച് വരെ പുറത്തുവിടാറുണ്ടല്ലോ. സോ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 505 മുതൽ 515 കിലോമീറ്റേഴ്സിനുള്ളിലൊക്കെ ആയിട്ട് റേഞ്ച് കിട്ടും എന്നവർ അവകാശപ്പെടുന്നു. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്, ആക്ച്വലി നല്ല റേഞ്ചാണ്. പക്ഷേ ഹാരിയർ EVക്കൊക്കെ നോർമലി ഒരു 420 to 450 കിലോമീറ്റേഴ്സ് വരെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് റിയൽ ഡ്രൈവിൽ തന്നെ. എന്തായാലും അത് നിങ്ങളൊന്നും ജസ്റ്റ് മനസ്സിലാച്ചാൽ മതി. സോ 450 to 500 ഇടയിൽ നമുക്ക് എന്തായാലും ഡുവബിൾ ആയിട്ട് തന്നെ കിട്ടും. ഇനി പവർ ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി 75 കൂടെയാണെങ്കിലും 65 കൂടെയാണെങ്കിലും റിയർ വീൽ ഡ്രൈവ് അവൈലബിൾ ആണ്. ഓൾ വീൽ ഡ്രൈവ് 75 kWh ഏറ്റവും ടോപ്പ് എൻ്റെ എംപവേർഡ് പ്ലസ് A എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. പിന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ വരുന്നത് 234 ഹോഴ്സ് പവർ ആണ്. പിന്നെ 340 Nm ടോർക്കും കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് നമുക്ക് വേറെ സ്പെക്കില്ല. പക്ഷേ ഫ്രണ്ടിൽ ഓൾ വീൽ ഡ്രൈവ് എടുക്കണം, അതായത് ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ് ടാറ്റനെ വിശേഷിപ്പിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിൽ ഒരു മോട്ടർ വരും, ബാക്കിൽ ഒരു മോട്ടർ വരും. അതിൻ്റെ അകത്ത് ഫ്രണ്ട് മോട്ടർ ജനറേറ്റ് ചെയ്യുന്നത് 103 kW 164 Nm. 103 kW എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 138 PS പവർ വരും. സോ നമ്മളെന്തായാലും കമ്പൈൻഡ് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് 340 bhp അടുത്ത് പവറും അതുപോലെ 500 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ബൂസ്റ്റ് മോഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് 0 to 100 ആക്സലേഷൻ ജസ്റ്റ് 5.8 സെക്കൻഡ്സിൽ ക്ലെയിമാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ഈവൻ നമ്മുടെ ഹാരിയർ EVയൊക്കെ ഫാസ്റ്റാണ്. ഹാരിയർ EV 6.3 എന്തോ ആയിരുന്നു അവർ ക്ലെയിം ചെയ്ത്. ചിലപ്പോൾ ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓവറോൾ എന്തായാലും ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ കാർ ഇതാണ് എന്നാണ് നമ്മുടെ ടാറ്റ അവകാശപ്പെടുന്നത്. ഇപ്പോൾ B6 XE9 ഒക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ അതൊക്കെ 6.7 ആണ് മഹീന്ദ്ര ക്ലെയിം ചെയ്യുന്നത്. പിന്നെ അത് റിയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ, ഓൾ വീൽ ഡ്രൈവ് ഇല്ല. ഈ വണ്ടിയുടെ റിയർ വീൽ ഡ്രൈവ് ഇത്ര ഫാസ്റ്റ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഹാരിയർ EVയുടെ റിയർ വീൽ ഡ്രൈവ് അത്ര ഫാസ്റ്റ് അല്ലായിരുന്നു. അതൊരു 9-10 സെക്കൻഡ്സ് ഒക്കെ എടുത്തിട്ടാണ് 0 to 100 അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പം ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്, അത്ര ലൈറ്റ് വെയിറ്റ് അല്ല, ഹാരിയർ EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയതുകൊണ്ട് മേ ബി നമുക്കൊരു 8 to 9 സെക്കൻഡ്സിനിടയിലൊക്കെ ആയിട്ട് റിയർ വീൽ ഡ്രൈവ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തെടുത്താലും ഡെയിലി ഡ്രൈവിങ്ങിന് നമുക്ക് അത്യാവശ്യം നല്ല പവർ കിട്ടും. ഇനി 75 അല്ലാതെ നമുക്ക് പിന്നെ വരുന്ന 63 kWh ബാറ്ററി പാക്കാണ്. യെസ്, ഹാരിയർ EVയിൽ 65 ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞ ടാറ്റയ്ക്ക് എല്ലാ വണ്ടിക്കും വേറെ വേറെ ബാറ്ററി കൊടുക്കണം. ഇത് മാത്രം വരുന്നതാണോ സെയിം കൊടുത്തത് 73 കൊടുക്കരുത്. അതാകുമ്പോൾ ടാറ്റയുടെ കറക്റ്റ് ഫിലോസഫിയിലും കറക്റ്റ് ആയിരുന്നു. എനിവേ 63 kWh എന്ന് പറയുമ്പോൾ ഹാരിയർ EVക്ക് 2 kWh ബാറ്ററിക്ക് സൈസ് കുറവാണ്. പക്ഷേ നമുക്ക് പവർ ഫിഗേഴ്സ് എല്ലാം റിയർ വീൽ ഡ്രൈവിൽ സെയിം തന്നെയാണ് കിട്ടുന്നത്. ഇനി അതല്ലാതെ റേഞ്ച് എടുക്കുകയാണെങ്കിൽ അവർ പറയുന്നത് 565 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ MIDC ക്ലെയിം സൈക്കിൾ അനുസരിച്ച്. പക്ഷേ C75 ഡാറ്റയിൽ 440 കിലോമീറ്റേഴ്സിനടുത്താണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. അതായത് നമുക്കൊരു 370 to 400 ഇടയിലൊക്കെ അതിൻ്റെ റിയൽ ലൈഫ് കിട്ടുകയാണെങ്കിൽ അതും വലിയ കുറ്റമൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല റേഞ്ച് തന്നെയാണ്. പിന്നെ അതിൻ്റെ എൻട്രി ലെവലിൻ്റെ പ്രൈസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രൈസിലേക്ക് നമ്മൾ ഉടനെ തന്നെ വരും. അതിന് പിന്നെ ജസ്റ്റ് ചാർജിങ് കൂടെ പറഞ്ഞേക്കാം. അവർ ക്ലെയിം ചെയ്യുന്നത് ഇത് 120 kW വരെ നമുക്ക് DC ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ 3.3 നോർമൽ ചാർജിങ് ഉണ്ട് വീട്ടിലൊക്കെ കുത്താൻ. പിന്നെ 7.2 kW AC ഫാസ്റ്റ് ചാർജിങ്ങും അവർ നമ്മൾ 50,000 എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ വെച്ച് തരുന്നതായിരിക്കും. ഇനി ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 265 കിലോമീറ്റേഴ്സിനടുത്ത് 120 kW ചാർജിൽ ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓടാൻ പറ്റും എന്നാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. ഇനിയിപ്പോൾ 63 kWh മോഡലാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം 230 കിലോമീറ്റേഴ്സിനടുത്ത് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓടാൻ പറ്റും എന്നാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. സോ അതൊക്കെ അത്യാവശ്യം നല്ല നമ്പേഴ്സ് തന്നെയാണ്. പിന്നെ 2 പുതിയ കളേഴ്സും വന്നിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലൂവും അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ഈ കളറും. അതായത് ഇതാണ് 2 പുതിയ കളേഴ്സ്. ബാക്കിയെല്ലാം നമുക്ക് നോർമൽ സിയറിൽ ഉണ്ടായിരുന്ന കളേഴ്സ് തന്നെയാണ്. ഏതായാലും ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഗ്മെൻറ്റായ പ്രൈസിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രൈസ് അവർ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം പ്യുവർ എന്ന് പറഞ്ഞ ബേസ് മോഡൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതവർ ഇമാജിനേറ്റർ അല്ലെങ്കിൽ മറ്റേ ആ കൺഫിഗറേറ്റർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്തായാലും 18.79 lakhs തീർച്ചയായും അത് നല്ല വാല്യൂ ഫോണി ആയിട്ടുള്ള വേരിയൻ്റ് തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് പോകുന്നതോറും പിന്നെ നമുക്ക് പ്രൈസ് കൂടി വരും. പിന്നെ 75 kWh റിയർ വീൽ ഡ്രൈവ് തുടങ്ങുന്നത് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപവേർഡ് A എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് ഇവർ നമ്മുടെ 75 kWh കൂടെ ഓൾ വീൽ ഡ്രൈവ്, അതായത് ക്വാഡ് വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 25.99 lakhs ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അല്ലാതെ റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ മാക്സിമം 24.79 lakhs അവസാനിക്കും. ഇനി 63 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എംപവേർഡ് Aയിൽ കിട്ടില്ല, വെറും എംപവേർഡിൽ 22.79 lakhs വരെയാണ് അതിൻ്റെ പ്രൈസും പോകുന്നത്. സോ ഓവറോൾ ഹാരിയർ EVയുടെ ഡെഫിനറ്റ്ലി താഴെ തന്നെയാണ് ഈ വണ്ടി വെച്ചിരിക്കുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് പ്രൈസ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഇപ്പോൾ എല്ലാ കമ്പനികളും ചെയ്യുന്നതാണ് ഈ മറ്റേ ബാറ്ററി ആസ് എ സർവീസ് കൊടുത്തിട്ട് പ്രൈസ് കുറച്ച് കാണിക്കുക എന്നുള്ളത്. വേണമെങ്കിൽ ഇവർക്ക് ഒരു 11.99 lakhs തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാറ്ററി ആസ് സർവീസിൽ പ്രൈസ് ഇടായിരുന്നു. പക്ഷേ അവർ ചെയ്തിട്ടില്ല. അത് വളരെ നല്ല കാര്യം. കാരണം എന്തായാലും ആരും എടുക്കാൻ പോകുന്നില്ല. ജസ്റ്റ് അഡ്വർടൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പം ഈ ചെറിയ പ്രൈസ് കാണിക്കുക എന്നുള്ളൊരു ഗുണം മാത്രമേ അതിനുള്ളൂ. ഈ വണ്ടിയുടെ ബുക്കിംഗ് ഒക്കെ ഏതായാലും ജൂൺ 30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി അവർ ജൂലൈ 15 മുതൽ കൊടുത്തു തുടങ്ങും എന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റി തോന്നിയിരിക്കുന്നത്, അതുപോലെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം, ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.